പക്ഷേ ഇവിടെ വെച്ച് അപചാരിതമായിട്ടൊന്നും സംഭവിച്ചില്ല. ആരും കടയിൽ ഉണ്ടായിരുന്നുമില്ല. ജ്യൂസ് വണ്ടിക്കടുത്ത് നിന്നാ ഞങ്ങൾ കുടിച്ചേ. അത് ശരിയാ. ഇവിടെ വെച്ച് ആരും അങ്ങനെ സംശയം തോന്നുന്ന രീതിക്കൊന്നും വന്നില്ല. ശരി, നമുക്ക് എന്തായാലും പോവാം. നമ്മൾ ആരെയാണോ തിരക്കുന്നത് അവരെന്തായാലും നമ്മുടെ മുന്നിലേക്ക് തന്നെ വരും, ഉറപ്പാ. ശാലിനി വിളിക്കും. അമ്മേ പറ. ശാലിനി, ശ്യാമയുടെ ഫോൺ വന്നിരുന്നു. പക്ഷെ അവള് വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴേക്ക് അവള് ഫോൺ കട്ടാക്കുക. മോളെ എന്തോ കുഴപ്പമുണ്ടടി. അമ്മേ, ഞാനിപ്പോ ഒരു യാത്രയില്ല. അത് ഒരു കുഴപ്പം പിടിച്ച യാത്രയാ. എന്തായാലും ഞാൻ ശ്യാമയെ വിളിക്കാം, പോരെ? ശരി. എന്റെ ദേവി, കുഴപ്പങ്ങളൊന്നും വരുത്തല്ലേ. അമ്മയെ വിളിച്ച് ശ്യാമയുടെ കാര്യത്തിലും എന്തെങ്കിലും തീരുമാനം എടുക്കണം. എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവിടെയുണ്ട്. അച്ഛനെ, അച്ഛനെ വണ്ടി നിർത്തിക്കേ. എന്താടാ? അച്ഛനെ വണ്ടി നിർത്ത്. എന്തുവാടാ? അച്ഛനെ, ദാ പെണ്ണിനെ കണ്ടോ? അച്ഛൻ ആ പെണ്ണിനെ ശ്രദ്ധിച്ചോന്ന്? പെണ്ണിനെ ശ്രദ്ധിക്കാനോ? എന്തിന്? അച്ഛനെ, ട്വിസ്റ്റ് ഇവിടെ നിന്നാണോ തുടങ്ങിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്ത് ഡിസ്റ്റ്? അച്ഛനെ, അച്ഛൻ ആ പെണ്ണ് ഗർഭിണിയല്ല. എന്തൊക്കെയാടാ പൊട്ടാ വിളിച്ചു പറയുന്നേ? അച്ഛനെ, അന്ന് നമ്മൾ ലോഡും കൊണ്ട് വന്ന സമയത്ത് പാലത്തിന്റെ മുകളിൽ വെച്ച് നമ്മുടെ ലോറിക്ക് മുന്നിൽ ചാടിയ സ്ത്രീയും മോളും ആ നിൽക്കുന്നേ. അച്ഛനെ, അന്ന് ആ സ്ത്രീ ഗർഭിണിയാണ്. ഒരു 7 മാസം തോന്നിക്കും. പക്ഷെ ഇന്നവർക്ക് വയറില്ല. അതേ നോക്കിയേ. എടാ, ആ സ്ത്രീ ചിലപ്പോ പ്രസവിച്ചെങ്കിലോ? എന്നാൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? എടാ, ഇത് അവര് തന്നെയാണോ? എനിക്ക് വലിയ ഓർമ്മ കിട്ടുന്നില്ല. വണ്ടിക്ക് മുന്നിൽ ചാടിയത് നമ്മൾ കാശും കൊടുത്ത് കുടിക്കാൻ വെള്ളം കൊടുത്തില്ലേ? വിഷ്ണുട്ടാ, അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്.